സ്വന്തമായിട്ട് അഭിഷേകം നടത്താം. അത് ഒരിക്കലും പോകരുത്. യോഗയിലൂടെയും ധ്യാനത്തിലൂടെയും അങ്ങനെ അവസാനം നമ്മൾ കൈലാസത്തിൽ 7 ഊർജ്ജ കേന്ദ്രങ്ങളാണ്. ചാർജസ് ഒക്കെ എങ്ങനെയാണ്? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഒരു അതിപ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിലാണ്. നമ്മുടെ ചെങ്കൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അതെ, അത് നമുക്ക് ഒത്തിരി എന്താ പറയാ റെക്കോർഡ്സ് ഒക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. അതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കവർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അവിടെ എന്താ പ്രത്യേകത, അവിടുത്തെ ബാക്കി ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണ്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവിടെ പോയി കാണാം. വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വന്ന വഴി കണ്ടല്ലോ ഒരു പാടമാണിത്. അപ്പൊ അവിടെ കുറെ ടൈപ്പ് കൃഷിയുണ്ട്. അപ്പൊ നമ്മൾ ചാടി ഇറങ്ങിയല്ലേ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമുക്ക് ബാക്കി വീഡിയോയിലോട്ട് പോകാം. മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രം. ഇത് ദക്ഷിണ കൈലാസമായിട്ടും അറിയപ്പെടുന്നു. ഇത് സ്ഥിതി ചെയ്യുന്നത് ചെങ്കൽ എന്ന സ്ഥലത്താണ്. തിരുവനന്തപുരത്ത് നിന്ന് ഏകദേശം 26 കിലോമീറ്റർ അകലെയാണ് ഈ ചെങ്കൽ എന്ന് പറയുന്ന സ്ഥലം. ഈ ക്ഷേത്രത്തിന്റെ ഉൽപ്പത്തിക്ക് ഏകദേശം 5000 കൊല്ലത്തെ പഴക്കമുണ്ടെന്ന് പരവൂർ ശ്രീധരൻ താന്ത്രികളുടെ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞു. 5000 വർഷങ്ങൾക്ക് മുമ്പ് ബ്രഹ്മജനായ ഒരു സ്വാമിജിയുടെ സമാധി ഈ സ്ഥലത്തുണ്ടായിരുന്നുവെന്നും വർഷങ്ങൾക്ക് ശേഷം ബ്രാഹ്മണാചാര്യന്മാർ സമാധി സ്ഥലത്ത് ശിവൻ, പാർവതി, ഗണപതി, മുരുകൻ എന്നീ ദേവതകളെ ആചാരവിധി പ്രകാരം പ്രതിഷ്ഠിച്ച് പൂജാതി കർമ്മങ്ങൾ നടത്തി വന്നിരുന്നുവെന്നും പ്രശ്നവിധിയിൽ തെളിഞ്ഞു. കാലാന്തരത്തിൽ പ്രകൃതിക്ഷോഭം മൂലം ക്ഷേത്ര സമുച്ചയം മണ്ണിനടിയിൽപ്പെട്ട് നശിച്ചതായും തെളിയുന്നു. ഈ സ്ഥലത്താണ് സ്വാമിജിയുടെ ജനനം. സമാധിസ്ഥനായ സ്വാമിജിയുടെ പുനർജന്മമാണ് മഹേശ്വരാനന്ദ സരസ്വതികൾ എന്ന് ദേവപ്രശ്നത്തിൽ തെളിയുന്നു. സ്വാമിജിയുടെ 3-ാം വയസ്സു മുതൽ പൂജാതി കർമ്മങ്ങളിൽ താല്പര്യം കാണിക്കുകയും വീടിന്റെ കന്നിമുറിയിൽ ധ്യാനനിഷ്ഠനായിരിക്കുകയും പതിവായിരുന്നു. ഇങ്ങനെ പതിവായിരുന്ന സ്ഥലത്ത് പുറ്റു വളരുവാൻ തുടങ്ങുകയും ഭയപ്പെട്ട വീട്ടുകാർ അത് നശിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അടുത്ത ദിവസം പുറ്റ് ആദ്യത്തേതിനേക്കാൾ കൂടുതൽ വളരുകയും കുട്ടി പുറ്റിനരികിൽ ഇരിക്കുന്നത് പതിവാക്കുകയും ചെയ്തു. പുറ്റ് നശിപ്പിക്കും തോറും കൂടുതൽ വലുതായി വളരുകയാണ് ചെയ്തത്. അങ്ങനെ വീട്ടുകാരും നാട്ടുകാരും മാസങ്ങളോളം പുറ്റു നശിപ്പിച്ചുവെങ്കിലും പിന്നീട് ശിവശക്തി രൂപത്തിൽ പുറ്റു വളരുവാൻ തുടങ്ങി. പുറത്തുനിന്നും വീട്ടിലെത്തിയ ഒരു പുരോഹിതൻ പുറ്റിനെ നശിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ പുറ്റിൽ നിന്ന് ഒരു സർപ്പം പ്രത്യക്ഷപ്പെട്ടു. അന്നു മുതൽ പുറ്റിനെ നശിപ്പിക്കാതെ കുട്ടി പറയുന്ന പ്രകാരം പൂജാ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുവാൻ വീട്ടുകാർ തയ്യാറായി. പുറ്റിരുന്ന സ്ഥലത്ത് കുട്ടി പൂജാതി കർമ്മങ്ങൾ നടത്താൻ തുടങ്ങി. ഇതറിഞ്ഞ് പല പ്രദേശങ്ങളിൽ നിന്നും രോഗദുരിത ബാധിതർ വരികയും അവർക്കെല്ലാം ശാന്തി ലഭിക്കുകയും ചെയ്തു. തുടർന്ന് പുറ്റ് വളർന്ന സ്ഥലത്ത് ഒരു തെക്കത് നിർമ്മിച്ചു. നാനാമത വിശ്വാസികൾ ആരാധനയിൽ പങ്കെടുക്കുകയും പൊങ്കാലയിടുകയും പതിവായി. ഇങ്ങനെ പടിപടിയായി വളർച്ച കൈവരിക്കുകയും ഭക്തജനങ്ങളുടെ സഹായ സഹകരണത്തോടുകൂടി 1161 മിഥുനം 30 തെക്കത് ഇരുന്ന സ്ഥലത്ത് ശിവശക്തി ക്ഷേത്ര സമുച്ചയം പണിത് പ്രതിഷ്ഠ നടത്തി പൂജാതി കർമ്മങ്ങൾ നടത്തി വന്നു. 25 വർഷങ്ങൾക്ക് ശേഷം 1186 കുംഭം 9-ാം തീയതി സ്വാമിജിക്ക് ഭഗവാന്റെ ദിവ്യദർശനം ഉണ്ടാവുകയും ക്ഷേത്രത്തിന്റെ ന്യൂനതകൾ പരിഹരിക്കണമെന്ന് അരുൾ ചെയ്യുകയും ചെയ്തു. അതിൻ പ്രകാരം ഋഷീശ്വരന്മാർ രൂപകൽപ്പന ചെയ്ത വാസ്തുശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ചതാണ് ഇന്ന് കാണുന്ന മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്ര സമുച്ചയം. അവിടെ കയറാനായിട്ട് നമുക്ക് ഒരാൾക്ക് 100 രൂപയാണ്. അപ്പം നമ്മൾ രാവിലെ 4:30 തൊട്ട് 12 വരെ, വൈകുന്നേരം 4:30 തൊട്ട് 8 മണി വരെ ക്ഷേത്ര ദർശന സമയമാണ്. ശിവലിംഗ ദർശന സമയം എന്ന് പറഞ്ഞാൽ രാവിലെ 6 തൊട്ട് 1:30 വരെ, പിന്നെ വൈകുന്നേരം 3:30 തൊട്ട് 8 മണി വരെ. പിന്നെ ഇവിടെ ഇങ്ങനെ ഇരിക്കാനായിട്ടൊക്കെ കുറേ സ്ഥലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇവിടെ ഫോട്ടോ വിത്ത് ഫ്രെയിംസ് അവൈലബിൾ ആണ്. പലരും എടുത്തേക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഇതുവഴിയാണ് നമ്മൾ താഴോട്ട് പോയി ശിവലിംഗത്തിലോട്ട് കയറാൻ പോകുന്നത്. ഇതുവഴി കയറി അവിടെയാണ് നമ്മുടെ എൻട്രൻസ്.
ഇവിടെ സ്നാക്സിനൊക്കെ സ്ഥലമുണ്ട്, ടീ കോഫി. ഇവിടെയാണ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വിളിക്കുന്നതനുസരിച്ച് ഇതാണ് എൻട്രൻസ് വഴി നമുക്ക് ഇതുവഴി കയറാം. ഇതുവഴിയാണ് നമ്മൾ ശിവലിംഗത്തിലോട്ട് കയറുന്നത്. സർവ്വ പാപദോഷ പരിഹാരത്തിനായി നിത്യവും ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് മഹേശ്വരത്തെ ജ്യോതിർലിംഗ ദർശിക്കുന്നതിനും 12 ജ്യോതിർലിംഗ പൂജ നടത്തുന്നതിനുമായും എത്തുന്നത്. ഭാരതത്തിലെ 12 സ്ഥലങ്ങളിലുള്ള ജ്യോതിർലിംഗങ്ങൾ ഒരു ക്ഷേത്രത്തിൽ ദർശിച്ച് പൂജ നടത്താമെന്ന പ്രത്യേകതയാണ് ഭക്തജനങ്ങളെ ആകർഷിക്കുന്നത്. സോമനാഥ ലിംഗം, മല്ലികാർജുന ലിംഗം, മഹാകാലേശ്വര ലിംഗം, ഓംകാരേശ്വര ലിംഗം, കേദാരനാഥ ലിംഗം, വൈദ്യനാഥ ലിംഗം, ഭീമാശങ്കര ലിംഗം, രാമേശ്വര ലിംഗം, നാഗേശ്വര ലിംഗം, വിശ്വനാഥ ലിംഗം, ത്രയംബകേശ്വര ലിംഗം, കൃഷ്ണേശ്വര ലിംഗം എന്നീ ദ്വദേശ ജ്യോതിർലിംഗങ്ങളാണ് മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിലെ ശ്രീകോവിലിന് ചുറ്റുമായി പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഇത് കാണാതെ ഒരിക്കലും പോകരുത്. കൈലാസം വരെ ഞങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നു. ശരിക്കുള്ള കൈലാസത്തിൽ ഇനി പോകണം, അതിപ്പോഴല്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട്. അത് മാത്രമല്ല, നമ്മൾ ഗൈഡ് ചെയ്യാനായിട്ട് ഒരാൾ കാണും. പല ഭാഷയിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്, പ്രത്യേകിച്ച് ഹിന്ദിക്കാർ, തമിഴ് അങ്ങനെയുള്ളവർ. അപ്പോൾ അതേ ഭാഷകളിലെല്ലാം അവർ ഇതിൻ്റെ ചരിത്രവും പറഞ്ഞു തരുന്നുണ്ട്. ഒരു പ്രത്യേക ഒരു ഇതായിരുന്നു അല്ലേ അതിൽ കയറിയപ്പോൾ. ഫുൾ ആദ്യം നമ്മൾ ഫുൾ പാറ പോലത്തെ ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. അതിലേക്കൂടെ നമ്മൾ കയറി ഏറ്റവും മേളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഫുൾ വെള്ളയായിരിക്കും. അപ്പോൾ ഒരു കൈലാസ ഫീലാണ് നമുക്ക് ആ മേളിൽ ചെല്ലുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കയറുമ്പോൾ തന്നെ അതിലൊരു ശിവലിംഗമുണ്ട്. അവിടെ നമുക്ക് 100 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഒരു തട്ടം കിട്ടും. അതിൽ നമുക്ക് തന്നെ സ്വയം അഭിഷേകം ചെയ്യാനുള്ളൊരു ഓപ്ഷനും കൂടി ഇവിടെ തരുന്നുണ്ട്. ഈ മഹാശിവലിംഗത്തിനെ പറ്റി കൂടുതൽ വിവരങ്ങൾ അറിയാം നമുക്ക്. എൻ്റെ പേര് എന്ന് പറയാം. എൻ്റെ പേര് അരുൺ എന്നാണ്. ചേട്ടൻ ഈ ശിവലിംഗത്തിനകത്തുള്ള നമുക്ക് എന്തൊക്കെയാണ് കാണാൻ കഴിയുന്നത്, എന്തൊക്കെ ഉണ്ടെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചേട്ടൻ നമുക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ചേട്ടാ അതൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ശിവലിംഗത്തിൻ്റെ ഉയരം എന്ന് പറയുന്നത് 111 അടിയാണ്. അതായത് ബ്രഹ്മ, വിഷ്ണു, മഹേശ്വര ഈ മൂവരും ഏകതാഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് ഈ 3 ഒന്ന് കൂടിച്ചേരുമ്പോൾ 111 എന്ന സംഖ്യയിൽ ഈ മഹാശിവലിംഗത്തിൻ്റെ ഉയരം ആധാരമാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ശിവലിംഗത്തിനുള്ളിൽ ഇറങ്ങുമ്പോഴത്തേക്കും ഇടത് ഭാഗത്തൊരു ശിവലിംഗമുണ്ട്. അപ്പോൾ അവിടെ ആദ്യം കാണുന്ന ശിവലിംഗത്തിൽ നമുക്ക് സ്വന്തമായിട്ട് അഭിഷേകം നടത്താം. അപ്പം നമ്മുടെ മഠാധിപതിയുടെ ഒരു തത്വങ്ങൾ ആസ്പദമാക്കി തന്നിലെ ഭഗവാനെ താൻ തിരിച്ചറിഞ്ഞ് തൻ്റെ ദേവനെ താൻ തന്നെ പൂജിക്കണം എന്നുള്ളത് കൊണ്ടാണ് നമ്മളെ കൊണ്ട് തന്നെ അവിടെ സ്വന്തമായിട്ട് അഭിഷേകം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമ്മുടെ ക്ഷേത്രത്തിലുള്ള 7 ഊർജ്ജ കേന്ദ്രങ്ങളാണ്. 7 ഊർജ്ജ കേന്ദ്രങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും മൂലാധാര ചക്ര, സ്വാധിഷ്ഠാനം, മണിപുര, അനാഹത, വിശുദ്ധി, ആജ്ഞ, സഹസ്ര എന്നീ 7 ഊർജ്ജ കേന്ദ്രങ്ങളാണ്. അപ്പോൾ നമ്മൾ ആദ്യം പോകുമ്പോഴത്തേക്കും പൃഥ്വി ചക്രയാണ്. ഈ പൃഥ്വി ചക്ര എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് പുറത്ത് ഭൂമിക്കടിയിലായിട്ടാണ് ഈ ചക്ര സ്ഥിതി ചെയ്തത്. അപ്പോൾ ചക്രത്തിൻ്റെ പ്രവർത്തനം എന്ന് പറയുന്നത് മനുഷ്യനും പ്രകൃതിയുമായിട്ടുള്ള ഊർജ്ജ പ്രവാഹത്തെ സുഗമമാക്കുക. അപ്പോൾ ചക്രത്തിൻ്റെ പ്രവർത്തനക്കുറവുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ ഇത് അസ്ഥിമജ്ജ അതുപോലെ പാരമ്പര്യമായ രോഗങ്ങൾക്ക് കാരണമാകുന്നു. അപ്പോൾ ഈ പൃഥ്വി ചക്രത്തിന് അടുത്ത് നമ്മൾ പോകുന്നത് മൂലാധാരയാണ്. ഈ മൂലാധാര ചക്ര എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ജനനേന്ദ്രിയത്തിനും ബട്ടക്സിനും ഇടയിലായിട്ടാണ് ഈ ചക്ര സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഓരോ ചക്രങ്ങൾക്ക് ഓരോ വർണ്ണമുണ്ട്. ആ ചക്രങ്ങളുടെ നമ്മുടെ ശരീരത്തിലുള്ള ചക്രങ്ങളെ പ്രതിദാനം ചെയ്യുന്ന ചിഹ്നങ്ങളാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. ഓരോ ചക്രങ്ങൾക്ക് അതിൻ്റെ ദേവീദേവനുണ്ട്, ഏതെല്ലാം ഗ്രന്ഥിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, ആ ചക്രങ്ങളുടെ വളർച്ചക്കുറവുണ്ട്, നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്തെല്ലാം രോഗങ്ങളാണ് ഉണ്ടാകുന്നത് എന്നിങ്ങനെ കൂടുതലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓരോ ചക്രത്തിലൂടെ അറിഞ്ഞറിഞ്ഞ് ഏറ്റവും മുകളിൽ വരെ പോകുന്നത്. അതായത് മൂലാധാരം കഴിഞ്ഞാൽ അടുത്ത് സ്വാധിഷ്ഠാനം, അത് നാഭിക്ക് താഴെയിട്ടാണ് ചക്ര സ്ഥിതി ചെയ്യുന്നത്. സ്വാധിഷ്ഠാനം കഴിഞ്ഞാൽ അടുത്ത് മണിപൂരയാണ്. മണിപൂര ചക്രം നമ്മുടെ ശരീരത്തിനുള്ളിൽ നെഞ്ചിലെ അസ്ഥികൂടത്തിനും നാഭിക്ക് മുകളിലും പിൻഭാഗത്തായിട്ടാണ് മണിപൂര ചക്ര സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ മണിപൂര ചക്രം കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് അനാഗതയാണ്. അനാഗത ചക്രം നമ്മുടെ ശരീരത്തിനുള്ളിൽ ശ്വാസകോശങ്ങളുടെ നടുവിലായിട്ടാണ് ആ ചക്ര സ്ഥിതി ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അടുത്ത് പോകുന്നത് വിശുദ്ധി ചക്രയാണ്. വിശുദ്ധി ചക്രം നമ്മുടെ ശരീരത്തിനുള്ളിൽ ഖണ്ഡത്തിൽ, അതായത് കഴുത്തിലായിട്ടാണ് ചക്രം സ്ഥിതി ചെയ്യുന്നത്. വിശുദ്ധി ചക്ര കഴിഞ്ഞാൽ അടുത്ത് പോകുന്നത് ആജ്ഞയാണ്. ആജ്ഞ നമ്മുടെ ശരീരത്തിനുള്ളിൽ പുരികങ്ങൾക്ക് നടുവിലായിട്ടാണ് ഈ ചക്ര സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയപ്പോഴത്തേക്കും 6 പടി, അതായത് പടി 6 കഴിഞ്ഞ് അടുത്ത് പോകുന്നത് ഭഗവാനെ കാണുന്ന സങ്കല്പത്തിൽ 7ാമത്തെ ചക്രയാവുന്ന സഹസ്രാര ചക്ര. അവിടെയാണ് കൈലാസം, മഹാദേവനും ശ്രീ പാർവതി തപസ്സനുഷ്ഠിക്കുന്നത്. ഈ സഹസ്രാര ചക്ര എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മുടെ ശിരസിൻ്റെ ഊർദേവിലായിട്ടാണ് ആ ചക്ര സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വർണ്ണം എന്ന് പറയുന്നിടത്തേക്കും വയലറ്റാണ്. അതിൽ മുകളിൽ കാണുന്ന 1000 ദളങ്ങൾ നമ്മുടെ തലച്ചോറിന് ഉള്ളിൽ വരുന്ന 1000 നാഡികളെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ചക്രത്തിൻ്റെ പ്രവർത്തനക്കുറവുകൊണ്ട് നമ്മുടെ തലച്ചോറിൻ്റെ ഉള്ളിൽ തലച്ചോറിനെ ബാധിക്കുന്ന രോഗങ്ങളെ കാണും, അതായത് മാനസിക അസ്വസ്ഥവും ബുദ്ധിപരവും. അപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഈ ഓരോ ചക്രങ്ങൾ നമ്മുടെ ശരീരത്തിനുള്ളിൽ ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എന്തെല്ലാം രോഗങ്ങൾ വരുമെന്ന് മനസ്സിലാക്കും. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ചക്രങ്ങളുടെ പ്രവർത്തനക്കുറവുകളെ നാം മറികടക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ യോഗ, മെഡിറ്റേഷനാണ്.
7 ഊർജ്ജ കേന്ദ്രങ്ങളാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. തുടങ്ങുന്നത് മൂലാധാരത്തിൽ നിന്നും തുടങ്ങുന്ന നിദ്രാവസ്ഥയിലുള്ള ഇത് കുണ്ടലിനി ശക്തിയെ ഉണർത്തി യോഗയിലൂടെയും ധ്യാനത്തിലൂടെയും നമ്മുടെ ശരീരത്തെ ശാരീരികമായും മാനസികമായും ഊർജ്ജമായി മാറ്റാൻ സാധിക്കും. അതാണ് ഈ ശിവലിംഗത്തിനുള്ളിൽ ഉള്ള 7 ചക്രങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും. അപ്പോൾ പരശുരാമൻ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ള 108 ശിവാലയ ക്ഷേത്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന 108 ശിവലിംഗങ്ങൾ നമുക്ക് ഈ മഹാശിവലിംഗത്തിനുള്ളിൽ ദർശിക്കാൻ സാധിക്കും. കൂടാതെ ശിവഭഗവാന്റെ 64 അവതാരമൂർത്തികൾ നമുക്ക് ദർശിക്കാം. അതായത് ഓരോ നിലയിൽ പൃഥ്വിയിൽ നമുക്ക് 16 ശിവലിംഗം, മൂലാധാരത്തിൽ 16, സ്വാധിഷ്ഠാനത്തിൽ 15, മണിപൂരത്തിൽ 16, അനാഹതയിൽ 17, വിശുദ്ധി ആജ്ഞ 14 ഇങ്ങനെ 6 നിലയെത്തുമ്പോഴത്തേക്കും 64 മൂർത്തികളും 108 ശിവലിംഗങ്ങളും ഇവിടെ കംപ്ലീറ്റ് ആവുന്നതാണ്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള ഓരോ കാര്യങ്ങൾ. പിന്നെ നമ്മുടെ ശിവലിംഗം എന്ന് പറയുന്നത് ലോകത്തിലേക്ക് ഏറ്റവും ഉയരം കൂടിയ ശിവലിംഗമാണ്. അതായത് 111 അടിയാണ് ഇതിൻ്റെ ഉയരം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ ബുക്സ്, ഏഷ്യ ബുക്ക്, ലിംഗ ബുക്ക്, ഇങ്ങനെ അമേരിക്കയുടെ വേൾഡ് റെക്കോർഡ്സ് യൂണിറ്റ്, ഇങ്ങനെ 4 റെക്കോർഡ്സാണ് ഇതിനുള്ളിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് അഭിഷേകം ഇവിടെ നമുക്ക് സ്വന്തമായിട്ട് അഭിഷേകം ചെയ്യാൻ പറ്റും. ആദ്യം കാണുന്ന ശിവലിംഗത്തിൽ. പിന്നെ ഇതിന് പണി വീണ്ടും നടക്കുകയാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ ഇതുവഴിയാണ് തിരിച്ചു വരുന്നത്. അതിനുള്ളിൽ വരുന്നത് വൈകുണ്ഠമാണ്. അതിനുള്ളിൽ മഹാവിഷ്ണു അഷ്ടലക്ഷ്മികളാണ് അതിൻ്റെ ഉള്ളിൽ വരുന്നത്. നമ്മൾ കൈലാസ ദർശനം കഴിഞ്ഞ് വൈകുണ്ഠ ദർശനത്തിലൂടെ അതുവഴി പുറത്തിറങ്ങാൻ പറ്റും. അതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മളത് പുറമേ നോക്കുമ്പോൾ അത് ഹനുമാൻ സ്വാമിയുടെ രൂപമായിട്ടാണ് വരുന്നത്. ഹനുമാൻ സ്വാമിയുടെ ഉള്ളിലൂടെ കയറി വൈകുണ്ഠ ദർശനത്തിലൂടെ മഹാവിഷ്ണു അഷ്ടലക്ഷ്മികളെ ദർശിച്ച് നമുക്ക് അതുവഴി പുറത്തിറങ്ങാൻ പറ്റും. എക്സിറ്റില്ല, ഇതുവഴിയെ കയറി അതുവഴി പുറത്തു വരാൻ പറ്റും. അതാണ് നടക്കുന്നത്. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഒരു പ്രധാന വഴിപാട് അങ്ങനെ എന്തെങ്കിലും? പ്രധാന വഴിപാടെന്ന് പറയുന്നത് അവിടെ ജലധാരയാണ് ഭഗവാൻ. പിന്നെ ഇത് ദാമ്പത്യ പൂജയ്ക്ക് ഉമാമഹേശ്വര പൂജയുണ്ട്. നമ്മളെ ക്ഷേത്രത്തിൽ തന്നെ ലോകത്തിൽ തന്നെ ആദ്യമായിട്ട് 32 ഗണപതി ഭാവത്തിലുള്ള ഗണപതി കൊണ്ടാണ്. 32 ഗണപതി ഭാഗങ്ങളുള്ള ഗണപതി കൊണ്ടാണ് അതിനകത്തുള്ളത്. പിന്നെ നമ്മൾ അതിൻ്റെ തന്നെ 12 ജ്യോതിർലിംഗങ്ങളുണ്ട്. ഈ 12 ജ്യോതിർലിംഗങ്ങൾ കാണുമ്പോഴത്തേക്കും നമുക്ക് ഏകദേശം ഒരു 2-3 മാസം വരെ പോകേണ്ടി വരും. ഈ 12 ജ്യോതി നമുക്ക് ഒരുമിച്ച് കണ്ടുവരും. നമുക്ക് അരമണിക്കൂറിൽ തന്നെ ഈ 12 ജ്യോതിർലിംഗങ്ങൾ നമുക്ക് ഒരുമിച്ച് കണ്ട് ദർശിച്ച് വരാൻ പറ്റും. ഇത് പലയിടത്തും പോയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ അതെ, ഇത് നമ്മൾ ശിവനും പാർവതി ഒരേ പീഠത്തിലിരിക്കുന്ന ഏക ക്ഷേത്രം ഇതാണ് ഇപ്പോഴും ഈ ക്ഷേത്രമാണ്. ഇതൊക്കെയാണ് ഇതിനകത്തുള്ള കാര്യങ്ങൾ. ഓക്കെ. ഈ ഗണപതി തന്നെയാണെങ്കിൽ ഇത്രയും മൂർത്തികൾ ഒരേപോലെ ഒരേ സ്ഥലത്ത് നമ്മളിത് ആദ്യം 32 ഗണപതി ഭാഗത്തുള്ള ഓരോ പ്രതിഷ്ഠകളിരിക്കുന്നത് ഗണപതി കൊണ്ട് ഇവിടെയാണ്. ഇവിടെ പ്രവേശന സമയമൊക്കെ എങ്ങനെയാണ്? ഇവിടുത്തെ പ്രവേശന സമയം എന്ന് പറയുന്നത് എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1:30 മണി വരെയും, അത് കഴിഞ്ഞ് 3 മണി മുതൽ രാത്രി 8 മണി വരെയാണ് ശിവലിംഗത്തിൻ്റെ പ്രവേശന സമയം എന്ന് പറയുന്നത്. എല്ലാ ദിവസവും. അപ്പോൾ ഇത്രയും നമുക്ക് പറഞ്ഞു തന്ന ചേട്ടന് ഒത്തിരി താങ്ക്സ് ഉണ്ട്. അപ്പം താങ്ക് യു. ഭയങ്കര തിരക്കാണ്. ഇന്നൊരു വർക്കിംഗ് ആണ്, പക്ഷേ എന്നാലും ഭയങ്കര തിരക്കാണ്. അതിൽ ആ നിൽക്കുന്ന പുള്ളി നമുക്ക് വേണ്ട ഫോട്ടോസൊക്കെ എടുത്തു തരും കേട്ടോ. ചാർജസ് ഒക്കെ എങ്ങനെയാണ്? എൻ്റെ 50 രൂപ തൊട്ട് 400 രൂപ വരെ. അത് ഓരോ മറ്റേ ഫ്രെയിമിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഫ്രെയിം കൂടെ ചെയ്ത് കൊടുക്കുമോ? ഫ്രെയിമും ചെയ്ത് കൊടുക്കും. ഇത് അമ്പലത്തിൻ്റെ മറ്റൊരു സൈഡാണ്. ഇവിടെ എല്ലാം പ്രതിഷ്ഠകളുണ്ട്. അപ്പോൾ നമുക്കിനി അമ്പലത്തിലും തൊഴുതിട്ട് വരാം. ദീപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുറകിൽ കാണുന്നതാണ് നമ്മുടെ വിഘ്നേശ്വരൻ്റെ ഒരു പ്രതിഷ്ഠ. സർവ്വ വിഘ്നോപശാന്തിക്കാണ് ശ്രീ ഗണേശനെ ആരാധിക്കുന്നത്. മഹേശ്വരം ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ ഗണപതി ഭഗവാന്റെ 32 ഭാവങ്ങൾ പ്രതിഷ്ഠിച്ച് പൂജിക്കുന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് സർവ്വവിഘ്ന നിവാരണത്തിനായി രാജ്യത്തിൻ്റെ പല ഭാഗത്തു നിന്നും ക്ഷേത്ര ദർശനം നടത്തി ഗണപതി ഹോമം, മുട്ടുടയ്ക്കൽ, വിഘ്ന നിവാരണ പൂജ തുടങ്ങിയ വഴിപാടുകൾ നടത്തുന്നത്. ബാലഗണപതി, തരുണഗണപതി, ഭക്തഗണപതി, വീരഗണപതി, ശക്തി ഗണപതി, ദ്വിജഗണപതി, സിദ്ധി ഗണപതി, ഉച്ഛിഷ്ട ഗണപതി, വിഘ്ന ഗണപതി, ക്ഷിപ്രഗണപതി, ലക്ഷ്മി ഗണപതി, മഹാഗണപതി, ഏകാക്ഷര ഗണപതി, വരഗണപതി, ക്ഷിപ്രപ്രസാദ ഗണപതി, ഹരിദ്ര ഗണപതി, ഹേരംബ ഗണപതി, ഡുണ്ടി ഗണപതി, ത്രിമുഖ ഗണപതി, യോഗ ഗണപതി,
സങ്കടഹര ഗണപതി, വിജയ ഗണപതി, ഋണമോചക ഗണപതി, ഉദ്ദണ്ഡ ഗണപതി, സൃഷ്ടി ഗണപതി, ദുർഗാ ഗണപതി, ഊർധ്വ ഗണപതി, ദ്വിമുഖ ഗണപതി, നൃത്ത ഗണപതി, ത്രക്ഷര ഗണപതി, ഏകദന്ത ഗണപതി, സിംഹ ഗണപതി എന്നീ 32 ഗണേശ രൂപങ്ങളുടെ പ്രതിഷ്ഠയാണ് ക്ഷേത്രത്തിലുള്ളത്. ഇനി നമുക്ക് ക്ഷേത്രത്തിൻ്റെ കുറച്ച് പ്രത്യേകതകൾ അറിയാം. കേരളീയ വാസ്തുശില്പകലയാൽ കൃഷ്ണശിലയാലും മരത്താലും വാസ്തുശാസ്ത്ര വിധിയിൽ അണുവിട തെറ്റാതെ നിർമ്മിച്ചിരിക്കുന്ന മഹാക്ഷേത്ര സമുച്ചയമാണിത്. പ്രപഞ്ചമാതാവും പിതാവുമായ മഹേശ്വരം ശ്രീ ശിവപാർവതി ഒരേ പീഠത്തിൽ ഉപവിഷ്ടരായിരുന്ന് ഭക്തജനകോടികൾക്ക് അവിഷ്ട ഫലസിദ്ധിയും രോഗദുരിതങ്ങളിൽ നിന്ന് മോചനവും അഷ്ടൈശ്വര്യങ്ങളും നൽകി അനുഗ്രഹിക്കുന്നു. തൻ്റെ ദേവനെ താൻ തന്നെ പൂജിക്കണമെന്ന സ്വാമിജിയുടെ ഉപദേശത്തിന് ആധാരമായി കുണ്ടലീന ശക്തി ഉണർത്തി ഷഡാധാരങ്ങളിലൂടെ കടന്ന ദേവാദിദേവനായ മഹാദേവനെ കാണുവാൻ 8 തട്ടുകളിലായി 111.2 അടി പൊക്കത്തിൽ ഒരു മഹാശിവലിംഗം നിർമ്മിച്ചിരിക്കുന്നു. ഈ ലിംഗത്തിനുള്ളിലൂടെ പടി 6 കടന്ന് തന്നിലെ ശിവനെ കാണുവാൻ സാധിക്കും. ആധുനിക വൈദ്യശാസ്ത്രം പരാജയപ്പെടുമ്പോഴും മഹാമൃത്യുഞ്ജയം, മൃതസഞ്ജീവിനി, സർവ്വരോഗ നിവാരണ ഹോമം എന്നീ പൂജാഹോമങ്ങളിലൂടെ ആയുരാരോഗ്യ സൗഖ്യം സിദ്ധിക്കുന്നു. 32 ഭാവത്തിലുള്ള ഗണപതി ഭഗവാനെ ദർശിച്ച് ആനന്ദാനുഭൂതി കൈവരിക്കാൻ സാധിക്കുന്നു. അതിരുദ്ര മഹായജ്ഞം 2 ആവർത്തി നടത്തിയ കേരളത്തിലെ ആദ്യത്തെ ക്ഷേത്രമാണ് മഹേശ്വരൻ ശ്രീ ശിവപാർവതി ക്ഷേത്രം. ദിവ്യ ജ്യോതിർലിംഗങ്ങൾ ഒരേ സമയത്ത് ദർശിച്ച് ആനന്ദാനുഭൂതി കൈവരിക്കുവാൻ സാധിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞു അല്ലേ? ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈമാണ് വരുന്നത്. അത്രയും അതിമനോഹരമാണെന്നും പറയാനില്ല. അതെ, ഇതുപോലൊരു അമ്പലം ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടിട്ടില്ല ഇത്രയും നാളിനകം. എന്ന് പറഞ്ഞാൽ ഓരോന്നിൻ്റെയും ഡീറ്റെയിലിങ്ങിലോട്ട് പോവുകയാണ് അല്ലേ? ഇപ്പോൾ ഗണപതി തന്നെയാണെങ്കിൽ സാധാരണ നമ്മളൊരു അമ്പലത്തിൽ ഒരു പ്രതിഷ്ഠയായിരിക്കും. ഇവിടെ അങ്ങനെയല്ല, അതിൻ്റെ പല ഫോംസ്. ഇപ്പോൾ സിദ്ധി ഗണപതി, മറ്റേ ദുർഗാ ഗണപതി, അങ്ങനെ പല പല ഫോം. അതും വലിയൊരു രൂപം പോലെയാണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്കിവിടെ അറിയാൻ ഒരു പഠിക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. നമ്മൾ ആ ശിവലിംഗിനകത്ത് കയറുന്നതെന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം അതിനകത്ത് ബേസിക്കലി നമ്മുടെ ഈ ചക്രാസും പല മൂർത്തികളും ശിവന്റെ പല മൂർത്തികളും, അപ്പോൾ അതൊക്കെ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് അവർ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഒത്തിരി പഠിക്കാൻ പറ്റും. അല്ല, അതാണ് അതിൻ്റെ ഹൈലൈറ്റ്. അത് കാണാതെ പോരുതെന്നേ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുള്ളൂ. കാരണം 100 രൂപയുള്ളൂ ടിക്കറ്റ്, പക്ഷേ അതിനകത്ത് കയറുന്ന ആ ഒരു എക്സ്പീരിയൻസ് അതിലും വലുതാണ് അല്ലേ? 100 രൂപയിൽ ഒരു ഇതല്ല അതിൽ കയറുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞങ്ങൾ ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങളും കണ്ടപ്പോൾ ഹാപ്പി ആയെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അപ്പോൾ നമുക്ക് മറ്റൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.